നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ഇന്ത്യയെ ചൊറഞ്ഞപ്പോൾ പാകിസ്ഥാൻ ഇത്രയും തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നില്ല. ഇന്ത്യ പാക്കിനെ പൂട്ടിയ പൂട്ട് ഓരോന്നായി ഫലവത്തായി വരികയാണ്. പാക്കിന്റെ വ്യോമയാന രംഗത്ത് മാത്രമല്ല ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയത്, കാർഷിക രംഗം കൂടിയാണ്. പാക്കിന്റെ കാർഷിക രംഗം പാടെ തകർന്ന് തരിപ്പണമാക്കിയിരിക്കുകയാണ്. വെള്ളമുണ്ടെങ്കിലല്ലേ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. അതില്ലാതെ എന്ത് ചെയ്യാനാകും? അതാണ് ഇന്ത്യയെ മുട്ടാൻ വന്ന പാക്കിന്റെ ഉദയക്രിയ തന്നെ ഇപ്പോൾ നടന്നിരിക്കുന്നത്. സിന്ധു നദീജല ഉടമ്പടിയിൽ ഉൾപ്പെട്ട നദികളിലൊന്നാണ് ചെനാബ്. നദിയിലെ വെള്ളം കുറഞ്ഞതിനാൽ പാക്കിന്റെ കൃഷിയെ അത് തകർത്ത് തരിപ്പണമാക്കി. സിന്ധു ചലം നദിയിൽ നിന്നും ചെനാബ് നദിയിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് ഇപ്പോൾ വളരെ കുറവാണ്. കടുത്ത ചൂടും വെള്ളത്തിന്റെ അഭാവവും കാരണം വയലുകൾ വിശാലമായ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാനിൽ വിള വിതയ്ക്കുന്നതിനുള്ള ജലക്ഷാമം ഗുരുതരമായ ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നു. ഇന്ത്യ ചെനാബ് നദിയിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കുറച്ചതിനാൽ പാകിസ്ഥാനിലെ പ്രധാന അണക്കെട്ടുകൾ ജലക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. ഇതിൽ പരിഭ്രാന്തനായ പാകിസ്ഥാൻ പ്രധാനമന്ത്രി തങ്ങളുടെ ദയനീയ അവസ്ഥ തുറന്നു സമ്മതിച്ചിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ജലവിതരണം കുറഞ്ഞതിനെ തുടർന്ന് പാകിസ്ഥാനിൽ ഉടലെടുത്തിരിക്കുന്ന സാഹചര്യം വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഷഹബാസ് ഷെരീഫും അസീം മുനീറും ഓരോ തുള്ളി വെള്ളത്തിനു വേണ്ടി ലോകത്തിനു മുന്നിൽ തലകുനിക്കേണ്ടി വരുമെന്ന പ്രസ്താവന. ചെനാബ് നദിയിലെ നീരൊഴുക്ക് ഇന്ത്യ ഗണ്യമായി കുറച്ചതായി പാകിസ്ഥാൻ ഇതിനോടകം തന്നെ ആരോപിച്ചിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി ചെനാബ് നദിയിലെ നീരൊഴുക്കിൽ ഗണ്യമായി കുറവുണ്ടായി. പാകിസ്ഥാനിലെ ജലവൈദ്യുത വികസന അതോറിറ്റിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ചെനാബ് നദിയിലെ ജലപ്രവാഹത്തിലെ വലിയ ഏറ്റക്കുറച്ചിലുകൾ ഗുരുതരമായ ആശങ്കാജനകമാണ് സൃഷ്ടിക്കുന്നത്. ഇന്ത്യ ചെനാബ് നദിയിലെ ജലപ്രവാഹം കുറച്ചത് വിളകൾക്ക് മാത്രമല്ല, പ്രത്യേകിച്ച് നെല്ലിനും ഭീഷണിയാണ്. കൂടാതെ മംഗ്ല അണക്കെട്ടിലെ ജലസംഭരണത്തെയും ഇത് ബാധിച്ചേക്കാം. ചെനാബ് നദിയിലെ ജലപ്രവാഹം ഇന്ത്യ കുറച്ചതിനെ തുടർന്ന് പാകിസ്ഥാനിൽ പരിഭ്രാന്തി പടരുന്നുണ്ട്. ചെനാബ് നദി ജീവദായകമായി കണക്കാക്കപ്പെടുന്ന പഞ്ചാബ് സംസ്ഥാനത്തെ കാർഷിക മേഖലയെ ഇത് ആഴത്തിൽ ബാധിക്കുമെന്നതിൽ സംശയമില്ല. ഇന്ത്യ സിന്ധു നദീജല കരാർ നിർത്തിവെച്ചതിനെ തുടർന്ന് പാകിസ്ഥാന് ഇരട്ട പ്രഹരമായി മാറുകയാണ് ഈ നീക്കം. ചെനാബ് നദിയുടെ അപ്പർ ചെനാബ്, BRB തുടങ്ങിയ കനാലുകൾ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമിക്ക് ജലസേചനം നൽകുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ വെള്ളത്തിന്റെ ഒഴുക്കിലെ കുത്തനെയുള്ള കുറവ് വിള ഉൽപാദനത്തിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. ഏപ്രിൽ 22-ന് നടന്ന പഹൽഗാം ആക്രമണത്തെ തുടർന്ന് സിന്ധു നദീജല കരാർ ഇനി നടപ്പാക്കില്ലെന്ന് ഇന്ത്യ ഏപ്രിൽ 23-ന് പ്രഖ്യാപിച്ചിരുന്നു. രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. പാകിസ്ഥാൻ മണ്ണിൽ നിന്നുള്ള തീവ്രവാദികൾ ഇന്ത്യയിൽ രക്തം ചിന്തുമ്പോൾ പാകിസ്ഥാന് വെള്ളം നൽകുന്നത് ദേശീയ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമെന്നാണ് സർക്കാർ ഉദ്ദേശിച്ചത്.